ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2000 സ്ക്വയർ ഫീറ്റിൽ തീർത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ എല്ലാവരും കണ്ടു നോക്കുക. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്തായിട്ട് കൊടുമുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു വീടുള്ളത്. അമ്പാട്ടിൽ അമീർ തസ്നി ദമ്പതികളുടെ വീടാണിത്. 2000 സ്ക്വയർ ഫീറ്റിലാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ എക്സ്റ്റീരിയർ ഭംഗി തന്നെയാണ് നമ്മളെ ആകർഷിക്കുന്നത്. നല്ല ഭംഗിയിലാണ് എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇവർ എക്സ്റ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ചിക്കു കളറും അതുപോലെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും വരുന്ന കളറാണ് ഇവിടെ എക്സ്റ്റീരിയറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ഗ്രേ കളർ മിക്സിങ്ങും കൂടെ നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ ഒക്കെ ഒരു ഭാഗത്തായിട്ട് കാണാൻ കഴിയും. വീടിൻ്റെ ഈ സൈഡിലോട്ടായിട്ട് വാളിൽ ഒരു വാൾ പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ടാണ് വിൻഡോസ് വരുന്നത്. മുകളിലും താഴെയുമായിട്ട് നമുക്ക് 4 വിൻഡോസ് കാണാൻ കഴിയും. ആ ഒരു ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ചിക്കു കളർ പെയിൻറ് കൊടുത്തിട്ടുണ്ട്. ഗ്രൂ ഡിസൈനും കൂടെ ആ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇരുവശത്തേക്കും ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് സിറ്റ് ഔട്ട് നിർമ്മിച്ചിട്ടുള്ളത്. 2 വശത്തോട്ടും ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് വഴി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ മുകളിൽ ഒരു ചെറിയ പർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് ഇവർ മാറിയിട്ട് 2-3 ദിവസമായ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ബാക്കി ഉണ്ടാവും. വീട് ഇരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ ഒരു പ്ലാന്റ് സ്പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അരേലിയയുടെ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ കുഞ്ഞു തൈകളാണ്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലെ കാഴ്ചകൾ കണ്ടു നോക്കാം. സിറ്റ് ഔട്ടിൽ വാളിൽ ചെയ്തിട്ടുള്ളത് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ്. സാൻഡ് ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേ കളറിനിടയിൽ വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഇവിടെ എൽ ഷേപ്പിലുള്ളൊരു ഇരിപ്പിടാണ് ഈ ഒരു സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനൊരു സിംഗിൾ ഫില്ലറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫില്ലറിലും ആ ഒരു സാൻഡ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ നിർമ്മിച്ചിട്ടുള്ളത് വുഡിലാണ്. അതുപോലെ തന്നെ ആ ഡോറിനോട് ചേർന്ന് തന്നെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒരു വിൻഡോ അല്ല, 3 സിംഗിൾ വിൻഡോസിൻ്റെ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ പ്രവേശിക്കുന്നത് വിശാലമായൊരു ഹാളിലോട്ടാണ്. ഈ ഒരു ഹാളിൽ തന്നെയാണ് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് വരുന്നതും എല്ലാം ഈ ഒരു ഹാളിൽ തന്നെയാണ്. അതുപോലെ തന്നെ 2 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. ആ 2 ബെഡ്റൂമുകളുടെ ഡോറും കിച്ചണിലോട്ടുള്ള ഡോറും വരുന്നത് ഈ ഒരു ഹാളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ വീടിന് വേണ്ടി ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. വെൽക്കം ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്ന ഒരു ഭാഗത്താണ് ഈ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഇതാ ഇങ്ങനെ സീലിംഗ് വർക്ക് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ആ ഒരു ചിക്കു ഷെയ്ഡ് കളറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 3 ഹാങ്ങിങ് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് ഇത് നേരിട്ട് കാണുന്ന സമയത്ത്. അപ്പോൾ ഒരറ്റം വരെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സീലിങ്ങിൻ്റെ ഈ ഒരു വർക്ക്. വൈറ്റ് കളറിലുള്ള മാർബിളാണ്. വൈറ്റിലൊരു ബ്ലാക്ക് സ്പോട്ടുകൾ വരുന്ന വിധത്തിലുള്ള മാർബിളാണ് ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു അറ്റത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു സ്റ്റെയർ കേസ് നമുക്ക് കാണാൻ കഴിയും. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ്സിലുള്ള ടേബിളും മരത്തിൽ തീർത്തിട്ടുള്ള ചെയറുകളുമാണ് അവിടെ കാണാൻ കഴിയുന്നത്.
അതിനായിട്ടൊരു പ്രത്യേക സ്പേസ് ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ടേബിളിൻ്റെ അറ്റത്തായിട്ടാണ് വാഷ് ബേസിനും കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് നമുക്ക് ഹാളിൽ നിന്നും കാണാത്ത വിധത്തിലാണുള്ളത്. ഈ ഒരു അറ്റത്തായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്, ആ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ട്. നേരത്തെ സിറ്റൗട്ടിൽ നിന്നും കണ്ടിട്ടുള്ള സിംഗിൾ വിൻഡോസ് വരുന്നത് ഈ ഒരു ലിവിങ് ഏരിയയുടെ ഭാഗത്തോട്ടായിട്ടാണ്. അതുപോലെ തന്നെ മറുവശത്തായിട്ട് വലിയൊരു വിൻഡോ വേറെ വരുന്നുണ്ട്. ഇവിടെ സെറ്റ് കൊടുത്തിട്ടുള്ളത് വുഡൻ ഫ്രെയിമിൽ കുഷ്യനെല്ലാം കൊടുത്തിട്ടുള്ള ഒരു സെറ്റിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വുഡും ഗ്ലാസും കൂടെ ചേർത്തിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ടീപ്പോയും നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ എല്ലാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ചിട്ടാണ് ഇവർ അലങ്കരിച്ചിട്ടുള്ളത്. ഈ ഒരു ലിവിങ് ഏരിയ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ ചുമരിൽ ഇങ്ങനെ ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് സ്പോട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ചിട്ടാണ് ഇവർ മനോഹരമാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഹാളിൻ്റെ മറുവശത്തോട്ട് നോക്കിയാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റെയർ കേസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ റെയിലിംഗ് നല്ല സിമ്പിൾ ഡിസൈനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആണെങ്കിൽ പോലും കാണാൻ നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. കളർ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ വർക്കാണ് റെയിലിങ്ങിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഏരിയ വരുന്നത്, ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഗ്ലാസ്സിൽ തീർത്തിട്ടുള്ള ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മരത്തിൻ്റെ ചെയറുകളുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു വശത്തായിട്ട് വാള് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ടേബിളിനോട് ചേർന്ന് സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. നല്ല ക്യാബിനറ്റോട് കൂടിയിട്ടുള്ള വലിയൊരു വാഷ് ബേസിൻ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയൊരു മിറർ യൂണിറ്റും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ളൊരു വാഷ് ബേസിൻ അറേഞ്ച്മെൻറ്റാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു ആൻറ്റിക് ടച്ച് വരുന്നൊരു വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കളറുമാണ്. അപ്പോൾ ഇവിടെയും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് തന്നെയാണ് ഇവർ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിലും താഴെയും എല്ലാം സ്റ്റോറേജ് ഫെസിലിറ്റിയോടുള്ള ക്യാബിനറ്റുകളോട് കൂടിയിട്ടുള്ള ഒരു വാഷ് ബേസിൻ യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു മാർബിൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ബെഡ്റൂമുകൾക്കും കിച്ചനും എല്ലാം റെഡിമെയ്ഡ് ഡോറുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂമിലോട്ട് പോകുന്ന ആ ഒരു ഡോറ്. ഇവിടെ വാർഡ്രോബിൻ്റെ വർക്കുകൾ പെൻഡിങ് ആണ്. വാർഡ്രോബിനൊന്നും അങ്ങനെ ഡോറ് വെക്കുന്ന പണികളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വീടിരുന്ന് 2-3 ദിവസത്തിനുള്ളിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെഡ്റൂമുകളൊന്നും കാര്യമായി സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒന്നും കൂടുതലായിട്ട് നമുക്കൊന്നും കാണിക്കാനില്ല. ജസ്റ്റ് കട്ടിലും ബെഡും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ബാത്റൂം വരുന്നുണ്ട്. വാർഡ്രോബുകൾക്ക് തട്ടുകളെല്ലാം കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഡോറ് വെക്കുന്ന പണി പെൻഡിങ് ആണ്. അപ്പോൾ ഇവിടെ വാർഡ്രോബിൽ ഇവർ ഡ്രസ്സുകളൊന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളാണെന്ന് തോന്നുന്നു. വീടിരിക്കലിന് ഗിഫ്റ്റ് കിട്ടിയതായിരിക്കാം ഇവിടെ എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീടെല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കബോർഡുകളൊന്നും സെറ്റാക്കിയിട്ടില്ല. ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ബാത്റൂം ജസ്റ്റ് ഒന്ന് തുറന്ന് കണ്ടു നോക്കാം. നല്ല ഭംഗിയുള്ള കളർ തീമിലാണ് ബാത്റൂമിൻ്റെ ടൈലുകളെല്ലാം കൊടുത്തിട്ടുള്ളത്.
വാളിൽ ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ളതും അതുപോലെ തന്നെ താഴെ മാറ്റ് ഫിനിഷിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗ്രീന് ഷെയ്ഡ് വരുന്ന ഒരു ടൈലുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റൂമിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഒരു ബെഡ്റൂമും കൂടെ താഴത്ത് കാണാനുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമും അങ്ങനെ 4 ബെഡ്റൂമാണ് ഈ ഒരു വീടിനുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് അടുത്ത ബെഡ്റൂമിലേക്കുള്ള ഡോറ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറും റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന ആ ഒരു പാസേജിലാണ് ഈ ഒരു ഇൻബിൽറ്റ് പ്ലാന്റ് പോട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. കട്ടിലും ബെഡും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇതും. പിന്നെ ഇവിടെയും കബോർഡിന് തട്ടെല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. എന്നാൽ ഡോറുകൾ വെച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു വിധത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെയും സെറ്റിങ്സ് വരുന്നത്. പിന്നെ ഈ ഒരു ബെഡ്റൂം മറ്റേ ബെഡ്റൂമിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഇവിടെ ബാത്റൂമിന് ഒരു പ്രത്യേകം ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ ഒരു സെക്ഷൻ കൊടുത്തിട്ട് അവിടെ നിന്നാണ് ബാത്റൂമിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് റൂമിൽ നിന്നായിട്ടല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാത്റൂം. അപ്പോൾ നേരത്തെ കണ്ട അതേ കളർ തീം തന്നെയാണ് ഇവിടെയും ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ റെയിലിങ്ങിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഇതിൻ്റെ സ്റ്റെപ്പുകൾ ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ്. ഇങ്ങനെ താഴത്തുനിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ. പിന്നെ ലാൻഡിങ്ങിലോട്ട് വരുമ്പോൾ ആ ഒരു മാർബിൾ മാത്രമായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ ലാൻഡിങ്ങിൽ 2 വിൻഡോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സൈഡിലോട്ടായിട്ട് സിംഗിൾ വിൻഡോസിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഒരു പർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അപ്സ്റ്റെയറിലോട്ട് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ഹാളാണ് നമ്മൾ കയറി വരുന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. താഴത്ത് നമ്മൾ കണ്ടതുപോലെ വിശാലമായിട്ടുള്ളൊരു ഹാളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ചെറിയൊരു ഹാള് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പുറത്തോട്ടൊരു ബാൽക്കണി വരുന്നുണ്ട്. അതുപോലെ 2 ബെഡ്റൂം വരുന്നുണ്ട്. പിന്നെ ഓപ്പൺ ടെറസിലോട്ടുള്ളൊരു ഡോറും. അത്രയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പ്ലെയിൻ വൈറ്റ് ടൈലാണ് ഇവിടെ ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ നിന്നും താഴത്തോട്ട് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ് ഇത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു സ്റ്റെയർ കേസിൻ്റെ വ്യൂ കാണാൻ. നേരെ താഴത്ത് കാണുന്നത് ആ ഒരു ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ടേബിളും ചെയറുകളൊക്കെ വരുന്ന ആ ഒരു ഏരിയ ആണ് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. 2 ബെഡ്റൂമുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുകളിൽ ബെഡ്റൂമുകളൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങനെ നോക്കാം. ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെയും കബോർഡിന് തട്ടുകളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഡോറിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു റൂമിൽ കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ബെഡ്റൂമിൽ കട്ടിലൊന്നും കൊടുത്തിട്ടില്ല. പ്ലെയിനായിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ്, ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ബെഡ്റൂമിനുള്ളിലും ഈ ഒരു പ്ലെയിൻ വൈറ്റ് ടൈലാണ് വരുന്നത്. ഈ ഒരു ഏരിയയിലോട്ട് നമ്മൾ താഴത്ത് കണ്ടതുപോലെ ഈ ഒരു ഏരിയയിലോട്ടായിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റൂമിൽ നമുക്ക് കാണാനുള്ളത്. കാര്യമായിട്ടൊന്നും സെറ്റ് ചെയ്യാത്തത് കാരണം കൂടുതലായിട്ടൊന്നും വിശദമായിട്ട് കാണിക്കാനൊന്നുമില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂമിലോട്ട് പോയി നോക്കാം. അവിടെ കട്ടിലൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ പ്ലെയിനായിട്ട് ഈ ഒരു ഫ്ലോറിങ് വൈറ്റ് കളർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ബെഡ്റൂം. ഇവിടെയും കബോർഡിന് തട്ടുകളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഡോറിൻ്റെ പണി ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെയും താഴത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെ സെയിം ഒരു ഏരിയ കൊടുത്തിട്ട് അങ്ങനെ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴത്ത് കണ്ട സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ബാത്റൂം ഏരിയ ഒന്ന് വിശദമായിട്ട് കാണിക്കാത്തത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഒരു ഓപ്പൺ ബാൽക്കണിയാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വരുന്ന രീതിയിലുള്ളൊരു ബാൽക്കണിയാണിത്. അവിടെയും സെയിം ആ ഒരു വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് അതിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഫില്ലറോട് കൂടിയിട്ടുള്ളൊരു ബാൽക്കണിയാണ്.
ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ വീഡിയോയിൽ കാണാനുള്ളത് ഇതിൻ്റെ കിച്ചൺ മാത്രമാണ്. ഈ ഒരു വീടിൻ്റെ കിച്ചൺ മാത്രമാണ്. ഇതാണ് കിച്ചണിലോട്ട് പോകുന്ന ഡോറ്. ഒരു ഗ്ലാസ് ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു മാർബിൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട്. ഒരു സിമ്പിൾ കിച്ചനാണ്. ഈ ഒരു കിച്ചണിലും ഇവർക്ക് കബോർഡിൻ്റെ വർക്കുകളെല്ലാം പെൻഡിങ് ആണ്. കബോർഡ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വിറകടുപ്പോട് കൂടി തന്നെയാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. കബോർഡ് വർക്കുകൾ പെൻഡിങ് ഉണ്ടെങ്കിലും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടൊരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അവിടെ പാത്രങ്ങളും ഗ്ലാസ്സുകളും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രാനൈറ്റ് ടോപ്പോട് കൂടിയിട്ടുള്ള ഒരു സിമ്പിൾ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ടേബിളാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനൊരു പ്രത്യേക സ്പേസ് കണ്ടിട്ട് അവിടെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ കബോർഡുകളൊന്നും ഇല്ലാത്തത് കാരണം ഈ ഒരു സാധനങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റോർ റൂമിലാണ്. ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഫ്രിഡ്ജിനായിട്ടൊരു സ്പേസാണ് ആ ഒരു ഭാഗത്തായിട്ട്. പിന്നെ അതിന് തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വിറകടുപ്പാണ്. അപ്പോൾ വിറകടുപ്പും ഗ്യാസും എല്ലാം ഒരു കിച്ചണിൽ വരുന്ന രീതിയിൽ നല്ല സൗകര്യത്തോടെയാണ് ഈ ഒരു കിച്ചൺ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഒരു വിറകടുപ്പിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു ചെറിയൊരു തട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ, പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലൊരു തട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു സൗകര്യമായിട്ട് തോന്നി. ഓപ്പൺ ആയിട്ടുള്ളൊരു തട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ചിമ്മിനിയുടെ ഉള്ളിൽ പ്ലെയിൻ വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഭാഗത്തോട്ടായിട്ട് ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഗ്യാസും അടുപ്പൊക്കെ ഒരു ഭാഗത്തല്ലേ വരുന്നത്. ആ ഭാഗത്തായിട്ടാണ് സ്പൈസസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു ചെറിയൊരു കൗണ്ടർ ടോപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് ഗ്യാസ് സ്റ്റവ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മിക്സി വെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്ലഗ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അറ്റത്തോട്ട് ഒരു ചെറിയൊരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ട് അവിടെയാണ് സിങ്കിൻ്റെ ഏരിയ വരുന്നത്. അവിടെ ഒരു പാത്രം വെക്കാനുള്ള സ്റ്റാൻഡെല്ലാം അതിന് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയൊരു ഗ്രില്ലിൻ്റെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. വിൻഡോക്ക് പകരം ഇങ്ങനെ മുകൾ ഭാഗത്തൊരു ഗ്രില്ല് പോലെ GI പൈപ്പ് വെച്ചിട്ടൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിച്ചണിലോട്ട് വരുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. 2000 സ്ക്വയർ ഫീറ്റിൽ തീർത്തിട്ടുള്ള മനോഹരമായ ഈ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്